നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷക മുമ്പിലേക്ക് എത്തിയാണ്. ഒന്നുമില്ല, ലാലേട്ടൻ്റെ ഒരു പരസ്യചിത്രം കണ്ടു. 2.5 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ട് കഥ പറഞ്ഞു പോകുന്ന കാലഘട്ടത്തിൽ 2 മിനിറ്റിന് താഴെ ഒരു പരസ്യചിത്രത്തിൽ അഭിനയിച്ച് മലയാളികളെ മനം കവർന്നിരിക്കുകയാണ് ലാലേട്ടൻ. കമലദളവും അതോടൊപ്പം തന്നെ രാജശില്പിയും ഒക്കെ കണ്ട നമ്മൾ അതിലൊക്കെ ലാലേട്ടനെ നമ്മൾ കണ്ടിരുന്നു. ആ ലാലേട്ടനെ വീണ്ടും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. തുടരും സിനിമയിൽ എൻഡിൽ പറയുന്നുണ്ട്, ലാലേട്ടൻ തുടരും, മോഹൻലാൽ തുടരും. കൃത്യമാണ്, ലാലേട്ടൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. നമ്മളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കരയിപ്പിക്കാനും കഴിവുള്ള ഒരു നടൻ മലയാള സിനിമയിൽ ഒരു നടനുണ്ടെങ്കിൽ മോഹൻലാൽ എന്ന ഒറ്റ പേരിലേക്ക് എത്തും. നമ്മളൊക്കെ അഹങ്കാരത്തോട് പറയും, എൻ്റെയാണ് ലാലേട്ടൻ. അത് തന്നെയാണ് ഞാനും പറയുന്നത്, എൻ്റെയാണ് ലാലേട്ടൻ. ആ ലാലേട്ടൻ്റെ പരസ്യചിത്രം നമുക്കൊന്ന് കാണണം. തുടരും സിനിമയിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിച്ച വില്ലൻ പ്രകാശ്. അദ്ദേഹം പരസ്യചിത്രത്തിൻ്റെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മനുഷ്യൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പരസ്യചിത്രത്തിലാണ് അഭിനയിച്ചത്. ആ പരസ്യത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. ആ പരസ്യമാണ് നമ്മൾ കാണേണ്ടത്. കാണും ആ പരസ്യം. നമ്മൾ ഫുൾ ബാക്ക്. ചേട്ടാ, ഇതാണ് ശിവാനി. ഷീ ഈസ് ആക്ച്വലി ഡൂയിങ് ദി ലീഡ് റോൾ. ചേട്ടാ, ഒരു മിനിറ്റ്. ഓ വാ. Can I just try? സുന്ദരം ലോക സുന്ദരം ത്രിലോക. ഓ, ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് വേണം? ഇതാണ് ഒരു പരസ്യം. എന്താ പറയുക, ഇതിൽ കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. പോസിറ്റീവ് കമൻറ്റുകളും നെഗറ്റീവ് കമൻറ്റുകളും ഉണ്ട്. പക്ഷെ നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്നവരുടെ ഒരു കാര്യം, മലയാള സിനിമയ്ക്ക് ഇത്രമാത്രം അഭിമാന പേര് മോഹൻലാൽ എന്നൊറ്റ പേരിൽ നമുക്ക് പറയാം. അദ്ദേഹം ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങളും അദ്ദേഹം ചെയ്തിരിക്കുന്ന പരസ്യചിത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ വ്യത്യസ്തമാണ് ഈ പരസ്യചിത്രം. ഒരു ജ്വല്ലറിക്ക് വേണ്ടിയാണ്, കോഴിക്കോടുള്ള ഒരു ജ്വല്ലറിക്ക് വേണ്ടിയാണ് ഈ പരസ്യം ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ പരസ്യത്തിൻ്റെ ഒരു രീതി നോക്ക്. ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് മോഹൻലാൽ വരുന്നു, അല്ലേ? ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മോഹൻലാൽ വരും. മോഹൻലാലിൻ്റെ ആരാധകർ ലാലേട്ടാ ലാലേട്ടാ എന്ന് വിളിച്ച് കൊണ്ടുപോകുന്നു. ഉടനെ ഡയറക്ടർ അദ്ദേഹത്തെ ഇരുത്തി കഴിഞ്ഞിട്ട് ആക്ടറെ പരിചയപ്പെടുത്തുന്നു. ഇതാണ് നമ്മുടെ ഹീറോയിൻ എന്ന് പരിചയപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ് ഇതാണ് നെക്ലേസ്, ഇങ്ങനെ വെക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ പരസ്യത്തിൽ കണ്ടു. അതിനുശേഷം അപ്രത്യക്ഷമാവുന്നു ആ നെക്ലേസ്. അതിനുശേഷമാണ് ഈ പരസ്യത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് നമ്മൾ കണ്ടു. മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല ഇത്തരം ഒരു പരസ്യം. അതാണ് ഈ പരസ്യത്തിൻ്റെ ഏറ്റവും പ്രത്യേകത. ലോകമെമ്പാടുമുള്ളവർ ഈ പരസ്യം ഏറ്റെടുത്തു. ഒരു ജുവലറിക്ക് ഒരു ദിവസം കൊണ്ട് ആ ജുവലറിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പരസ്യം. ഇതിനപ്പുറത്തേക്കൊരു പരസ്യമില്ല. ഇതാണ് മോഹൻലാൽ. പ്രകാശ് വർമ്മയെക്കുറിച്ചൊന്ന് പറയാം. പ്രകാശ് വർമ്മ ചെയ്തു വെച്ചിരുന്ന പരസ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പരസ്യ രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പരസ്യം കൊണ്ടുവരണമെങ്കിൽ അദ്ദേഹത്തിന് മാത്രമേ കഴിയുള്ളത് നമ്മൾ ഉറപ്പിച്ച് പറയണം. അങ്ങനെയാണ് ഈ പരസ്യം വരുന്നത്. പരസ്യത്തിൻ്റെ ഓരോ വാചകങ്ങളും നിസ്സാരമായി ആരും കൊതിച്ചു പോകും. എൻഡിൽ പറയുന്നുണ്ട്, അത് തന്നെയാണ് ലാലേട്ട, ആരും നിങ്ങളെ കൊതിച്ചു പോകും, ഒരു മാറ്റമില്ല. അപ്പോൾ ആ പരസ്യം ഹിറ്റാണ്. ഹിറ്റിൽ നിന്നും ഹിറ്റിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന പരസ്യം. ഇനിയും ലാലേട്ടൻ ഇവിടെ തുടരും. സിനിമയിലായിട്ടും പരസ്യത്തിലായിട്ടും തുടരും. ആർക്കും ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടതായി വരില്ല. ആ പരസ്യം അത്രമാത്രം ഗംഭീര പരസ്യമായതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് കാത്തിരിക്കാം ലാലേട്ടനെ ഇനിയുള്ള ദിവസങ്ങളിലും ഇനിയുള്ള നാളുകളിലും ഇനിയുള്ള സിനിമകളിലും. വരുന്നു ഓണത്തിന് അടിപൊളി ഹൃദയപൂർവ്വം സിനിമയുമായിട്ട് ലാലേട്ടൻ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാം. ഈ പരസ്യം അഭിനയിച്ച ലാലേട്ടനും ഇത് ഡയറക്റ്റ് ചെയ്ത പ്രകാശ് വർമ്മയ്ക്കും. അപ്പോൾ കാണുക, ഈ പരസ്യം കാണുക. ഈ പരസ്യം കണ്ടാൽ ആരും കൊതിച്ചു പോകും. ഈ ജ്വല്ലറിയെ ആരും കൊതിക്കുകയും ചെയ്യും മോഹൻലാലിനെ. അതാണ് ലാലേട്ടൻ.